ഹലോ, ഈശോമശേഖ് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞങ്ങൾ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാ പള്ളികളിലും മാതാവിൻ്റെ പെരുന്നാളുകളുള്ള സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് വന്നത്. വരുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാവരുടെയും ഉള്ളിൽ വളരെ സന്തോഷം. കാരണം അമ്മമാരെല്ലാം ദേവാലയങ്ങളിലിരുന്ന് പ്രാർത്ഥനയും അതിൻ്റെ സന്തോഷം പങ്കിടുന്നത് കണ്ടപ്പോഴത്തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. നമ്മളെല്ലാവരും ജപമാലകളുമായി ദൈവസന്നിധിയിൽ നിരന്ന് നിൽക്കുന്ന കാണുന്ന ആ മനോഹരമായൊരു കാഴ്ചയുണ്ടല്ലോ, അത് നമുക്ക് എന്തു പറഞ്ഞാലും അതിൻ്റെ ആ സന്തോഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ മാതാവിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം പഠിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം 28 ആകുമ്പോഴത്തേക്ക് അധ്യായം അതിൻ്റെ വാക്യം 28-ാം വാക്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണേ, ഒരു ദാവീദ് ഗോത്രത്തിൽ പിറന്ന ഒരു സാധാരണയായൊരു സ്ത്രീ, വിവാഹം ഉറപ്പിച്ചതേ ഉള്ളൂ, കന്യകയാണ്, വിശുദ്ധയാണ്. മാലാഖ വന്നിട്ട് പറയുകയാണ്, നീ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അതിനു മുമ്പ് ഒരു സർനെയിം വിളിക്കുന്നുണ്ട്, കൃപാപൂർണയെ, വാഴ്ത്തപ്പെട്ടവളെ. നമ്മൾ വേറെ എവിടെയും ഇങ്ങനെ ദൈവാത്മാവ് വന്നിട്ട് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇച്ചിരി കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പ്രകാരം എനിക്കാകട്ടെ. പുള്ളിക്കാരി ആ മാതാവ് പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മൾ ലൂക്ക 1:42 ചെല്ലുമ്പോൾ തന്നെ കർത്താവിൻ്റെ അമ്മ വിശുദ്ധ മറിയ എലിസബത്തിനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും മാതാവിനെ കണ്ട ഉടനെ അവരുടെ ഗർഭത്തിൽ കിടന്ന ശിശു തുള്ളി എന്നാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവർ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, സ്ത്രീകളിൽ അനുഗ്രഹീതയായ അവളെ. തൊട്ട് മുമ്പിൽ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, വാഴ്ത്തപ്പെട്ടവളെ, കൃപാപൂർണയായവളെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് അത് ഒരു ദൈവദൂതനാണ് പറഞ്ഞതെങ്കിൽ താഴെ വരുമ്പോഴത്തേക്കും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ അമ്മയെ കണ്ട ഉടനെ ആ ഗർഭസ്ഥ ശിശു പോലും തുള്ളിച്ചാടി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ യോഹന്നാൻ 2:5 വരുമ്പോഴത്തേക്കും, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. കർത്താവ് എന്ത് പറയുന്നോ അതങ്ങ് ചെയ്തേക്കാനായിട്ട് ആദ്യ നിർദ്ദേശം തന്ന ആളാരാന്നറിയോ? നമ്മുടെ അമ്മ മറിയമാണ്. ദൈവം എന്തു പറഞ്ഞിട്ടുണ്ടോ അത് നമ്മളങ്ങ് കണ്ണു അടച്ചു ചെയ്തു. ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് അവിടെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ പിന്നെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ യേശുവിൻ്റെ മാതാവും ശിഷ്യന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. കാരണം കർത്താവ് ഇങ്ങനെ എന്താ പറയുക, ക്രൂശിൽ മരിക്കാറായി ഇങ്ങനെ നിൽക്കാൻ നേരം, ഇതാ നിൻ്റെ മാതാവ്. സ്വന്തം അമ്മയെ, വിശുദ്ധ മറിയത്തെ സഭയുടെ മാതാവായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, മറിയ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു, പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു, ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന മാതാവായിരുന്നു മറിയം. നോക്കണേ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും വിളിക്കുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അതുപോലെ നമ്മളും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം എന്തു പറയുന്നു അത് കേൾക്കാൻ തയ്യാറാകുക. നമ്മൾ അമ്മയോട് പറയുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതാണ്, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ, ഞങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ അമ്മയോട് പറ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടത് നാട്ടുകാരടുത്തോ മറ്റുള്ളവരടുത്തോ അല്ല. നിങ്ങൾ ആദ്യം പോയി അമ്മയോട് പറ. നിങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം ചെയ്തുകൊള്ളും. ആ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ പ്രാർത്ഥിച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണാനിടയാകും. ഇന്ന് നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ദൈവത്തോട് പറ, അമ്മയോട് പറ, അമ്മ, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്നെക്കൊണ്ട് താങ്ങില്ല, ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനിക്കപ്പെടും, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രശ്നത്തിലാണ്, എൻ്റെ തലമുറകൾ പ്രശ്നത്തിലാണ്, ഞങ്ങളുടെ മുമ്പിൽ ഒന്നും നടക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമേ, വിശ്വാസത്തിൽ സ്ഥിരത പാലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, ക്രൂശിൻ്റെ വഴിയിൽ യേശുവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
നമ്മളെല്ലാവരും ഈ വിഷയങ്ങൾ മനസ്സിൽ ഏറ്റുചൊല്ലേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാൻ കഴിയില്ല എത്ര കാലം നമുക്ക് ഇതുപോലെ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കാൻ, സഭകളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ, നമ്മൾക്ക് ഞായറാഴ്ചകളിൽ ഒത്തുകൂടുവാൻ, നോവേനകളിൽ പങ്കെടുക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയുമെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല. നമ്മളെല്ലാവരെയും മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ മാതാവിനോടൊന്ന് കാര്യം പറ, ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ പോവുകയാണ്, ഒന്ന് കൂടെ പോരണം, ഒന്ന് ഞങ്ങളെ കൈകളിൽ വഹിക്കണം. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാകട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാനിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.